ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു എന്നല്ലേ? ഇങ്ങോടാ ഡാ വിഷ്ണുവേ, ഇങ്ങോടാ വിഷ്ണുവേ. എന്നാ വിഷ്ണു പറയട്ടെ. വിഷ്ണു പറഞ്ഞ ഗുളിക കഴിക്കോ? എന്താ സത്യമേ, ഗുളിക കഴിക്കുന്നില്ലേ? കണ്ടില്ലേ, പിള്ള പിന്നാലെ ഗുളിക കൊണ്ടുനടന്നിട്ടും കഴിക്കുന്നില്ല. എങ്ങനെ മരുന്ന് കഴിക്കാതെ അസുഖം മാറുന്നേ? ഡാ മക്കളെ, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല. അതെനിക്കറിയാലോ. അതാ അതാ. അച്ഛാ, അസുഖം വരാതിരിക്കാനും നമ്മൾ ചിലപ്പോ മരുന്ന് കഴിക്കണം. അച്ഛൻ ഇപ്പൊ ഈ കഴിക്കുന്ന മരുന്ന് അസുഖം ഒന്നും വരാതിരിക്കാനാ, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ. ആണ്. പിള്ളച്ചേട്ടാ, ആ മരുന്ന് ഇങ്ങിതാ. ഇനി ആ വായം തുറന്നേ. ദേ വെള്ളം കൂടെ ഒന്ന് കുടിച്ചേ. ഇത്രയേ ഉള്ളു കാര്യം. ഇനി ഇതേപോലെ നല്ല കുട്ടിയായിട്ട് കഴിച്ചോണം കേട്ടോ. നീങ്ങ വന്നേ. പോ. പോയ കാര്യം എന്തായി? സോമശേഖരൻ ഒഴികെ ബാക്കി എല്ലാരും പൈസ തന്നു. അയാള് പണ്ടേ കുഴപ്പക്കാരന്. അത്രയും വലിയ തുക അയാൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അയാളുടെ ഭാര്യ അവരൊരു നല്ല സ്ത്രീയാ. അവരുടെ കഴുത്തേ കിടന്ന് താലിമാല ഊരി തന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. അയാളെ ഓർത്തല്ല, അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എനിക്ക് ആ താലിമാല വാങ്ങാൻ തോന്നിയില്ല. കെട്ടിയ താലിമാല പോലും ആ സ്ത്രീ ഊരിത്തരാൻ തയ്യാറാവുമ്പോ അയാള് വീട്ടിലും ഒരു ശല്യക്കാരൻ തന്നെ ആയിരിക്കുമല്ലോ. എന്തോടെ പിള്ളേ അവര് പറയുന്നേ? അത് സാറേ, ഈ കണക്കെടുപ്പാ? ഈ കൊടുക്കാനും വാങ്ങാനുള്ള കാശിന്റെ കണക്കേ. ഓ അങ്ങനെ. നമുക്ക് അയാളിൽ നിന്ന് തന്നെ ഈ കാശ് മേടിക്കാം. പോയ കാര്യം എന്തായി? അവൻ പലിശ തന്നോ? ഞാൻ ചോദിക്കാൻ ചെന്നു. അപ്പൊ അവൻ കുറെ അധികം സങ്കടങ്ങൾ പറഞ്ഞു. അവന്റെ ഭാര്യ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മ അവന് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ്. രാഘവേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇവനും എന്റെ മോൻ വിഷ്ണുവിന്റെ മനസ്സാ. ആരുടെ സങ്കടം കണ്ട അവൻ സഹിക്കില്ല. സത്യമേ? അല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോ ശാരദാമ്മ ഇപ്പൊ കൂടുതലും വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെയാണ് അല്ലേ? അതെ, വിഷ്ണു പോയതിനു ശേഷം വല്ലാത്തൊരു അവസ്ഥയില്ല അവിടെയുള്ളവര്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? പെട്ടെന്നൊരാളെ കാണാതാവുക, എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടാതിരിക്കുക, സഹിക്കാവുന്നതിലപ്പുറമാണ് അത് ഓരോരുത്തർക്കും.